അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുട്ടികളുടെ തലയിൽ കിഴുക്കിയിട്ടായാൽ കൂടി ക്ലാസ്സിലെ മിന്തിരികണ്ഠനായി ക്ലാസ് ടീച്ചറുടെ കണ്ണിലെ കരടായി സദാ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ചൈൽഡായിരുന്നു കോന്നിക്കൂട്ടിലെ വിജയകൃഷ്ണൻ എന്നാണ് കേട്ടുകേൾവി. കാര്യം ഈ കരിമരുന്ന് കുരുന്നിന്റെ വികൃതി തരങ്ങളാൽ പൊറുതിമുട്ടി വല്ലപ്പോഴുമൊക്കെ അവനിട്ട് 4 പെടയും ചെവിക്ക് പിടിച്ച് നല്ല തിരുമും കൊടുക്കുമായിരുന്നെങ്കിലും അവനോട് കാര്യമായ സ്നേഹവും വാത്സല്യവും വെച്ചു പുലർത്തിയിരുന്ന ഒരു മൂപ്പൻ പാപ്പാൻ കോന്നിയിലെ ആനക്കളരിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ ആദ്യത്തെ ദേഷ്യത്തിന് അവനിട്ട് 2 കൊടുക്കുമെങ്കിലും അത് കഴിഞ്ഞ് അടുത്തുള്ള മുറുക്കാൻ കടയിൽ നിന്നും ഒരു ചെങ്കതളിപ്പഴവും വാങ്ങിക്കൊണ്ട് വന്ന് അവന്റെ അടുത്തിരുന്നിട്ട് ചെറുതായി മുറിച്ച് വായിൽ വെച്ചു കൊടുത്തിട്ട് പാപ്പാൻ ചോദിക്കും, എന്റെ കുഞ്ഞേ, നീ എന്താ ഇങ്ങനെ? എന്താന്ന് വെച്ചാ മേടിച്ചു നിന്നിട്ട് അവനോന്റെ കാര്യവും നോക്കി എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നാൽ വല്ല കുഴപ്പമുണ്ടോ? നിന്നെ പോലെ വേറെയും പിള്ളേരിവിടെ ഉണ്ടല്ലോ, അവരൊക്കെ എത്ര മര്യാദക്കാരാന്ന് നോക്കിയേ. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നാ പ്രമാണം. ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞ് നന്നാക്കാൻ നോക്കും, എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ അടിച്ച് നന്നാക്കാൻ നോക്കും. അതുകൊണ്ടും ഗുണം പിടിക്കാനുള്ള മട്ടില്ലെങ്കിൽ അത് അതിന്റെ പാട്ടിന് പോയി തൊലയട്ടെ എന്ന് വിചാരിക്കും. തള്ളിക്കളയും എന്ന് വെച്ചാൽ ഏതെങ്കിലും കാട്ടുമുക്കിലുള്ള തടിക്കൂപ്പിൽ കൊണ്ട് നടതള്ളും. അതാ ഉണ്ടാവാൻ പോണേ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. പാപ്പാൻ തന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇത്രയൊക്കെ പറയുന്നതെന്ന് വിജയകൃഷ്ണൻ അറിയാം. എന്നാലും തന്റെ മനസ്സിൽ തികട്ടിയത് അവൻ അപ്പോൾ അടക്കി വെക്കാനായില്ല. നശിക്കട്ടെ, കൊണ്ട നടതള്ളട്ടെ ആശാനെ. മനുഷ്യന്റെ കയ്യിൽ വന്നു പെട്ടതിലും വലിയ നാശം ഇനി എന്തോന്ന് വരാനാ? കായലിൽ ചാടി ചാവാൻ ഇറങ്ങിയാൽ മഴ നനയാതിരിക്കാൻ മൊറവും ചൂടി പോകേണ്ട കാര്യമുണ്ടോ? വേണ്ടല്ലോ. അല്ല, ഇന്നിപ്പോ ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ കാട്ടിന്ന് കുറെ ആനകൾ കൂട്ടം കൂടി വന്ന് ആശാന്റെ മകനെ പിടിച്ചോണ്ട് പോയി എന്നാണ് കേൾക്കണമെങ്കിൽ എന്തായിരിക്കും ആശാന്റെ സ്ഥിതി? ഇച്ചിരി ഇല്ലാത്ത ആ കൊച്ചിനെ പിടിച്ചോണ്ട് പോയിട്ട് പട്ടിക്കൂട് പോലുള്ള ഒരു കൂടും പണിത് അവനെ 24 മണിക്കൂറും അതിനകത്ത് പൂട്ടിയിട്ടോണ്ട് വല്ലപ്പോഴുമൊക്കെ ജീവൻ കിടക്കാൻ മാത്രമുള്ള തീനും വെള്ളവും എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിന് സമാധാനം ഉണ്ടാവും ആശാനെ? വലത്തു മനുഷ്യ എന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരിയാനും വിസത്യ മനുഷ്യ എന്ന് പറയുമ്പോൾ പുറകോട്ട് നടക്കാനും പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനൊക്കെ മുട്ടൻ വടിയും എടുത്ത് ആനകള് അതിനെ പിടയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ആശാനെ അവന് ആ മനുഷ്യക്കുഞ്ഞിന് അനുസരണക്കുട്ടിയായി കിടക്കാൻ കഴിയുക? അന്നത്തെ വിജയൻകുട്ടിയുടെ ആ ന്യായമായ ചോദ്യം കേട്ട് കോന്നിക്കൂട്ടിലെ പ്രഗത്ഭനായ ആ പാപ്പാൻ പോലും ഇത്തിരി നേരം അനക്കമറ്റ് ഇരുന്നു പോയെന്നും ഒടുവിൽ കൈലിമുണ്ടിന്റെ കോന്തല കൊണ്ട് മറ്റാരും കാണാതെ കണ്ണീരൊപ്പിക്കൊണ്ട് ഇറങ്ങി ഒറ്റ നടത്തം നടക്കുകയായിരുന്നെന്നുമാണ് സാക്ഷിമൊഴികൾ. ഏതായാലും അന്നത്തെ ആ സംവാദത്തിന് ശേഷം നല്ലവനായ പാപ്പാൻ പിന്നീട് ഒരിക്കലും അവനെ ഒരു ഈർക്കലെടുത്തു പോലും അടിക്കാൻ തയ്യാറായിട്ടില്ലെന്നും പറയപ്പെടുന്നു. എന്റെ ഒറിജിനൽ പേര് ജിതിൻ എന്നാ. എല്ലാരും വിളിക്കുന്ന സജീൻ. ആന വിളിക്കുന്ന എന്താ? ആന അങ്ങനെ ഒന്നും വിളിക്കാറില്ല. ആന എന്താ വിളിക്കാറുള്ളത്? ഞാൻ വിജയകൃഷ്ണന്ന് വിളിക്കും, ചിലപ്പോ കൃഷ്ണന്ന് വിളിക്കും. ഇതിലേതെങ്കിലും വിളി കേൾക്കാറുണ്ടോ? ഇതില് മിക്കപ്പോഴും വിളി കേൾക്കാറുണ്ട്. ഉണ്ട്. പക്ഷെ ഇവന് രണ്ടാമന്മാരോട് അത്ര കൂറല്ലെന്നാണല്ലോ പൊതുവെ ഒരു സംസാരമൊക്കെ ശരിയാണോ? എങ്ങനെയാണ് നമ്മളൊരു ആനപ്പാപ്പാനാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടോ? അത് കാരണം അവൻ ഓടിക്കാറുണ്ടോ? എപ്പോഴായിരിക്കും ഇവൻ ഓടിക്കുന്നത്? ഇവൻ ഓടിക്കുന്നത് ചട്ടക്കാരടുത്തില്ലാത്തപ്പം ഓടിക്കും. ചട്ടമുള്ള ആൾ അടുത്ത് നിൽക്കുമ്പോ നമ്മൾ ഓടിക്കാറില്ല. നമ്മൾ പറയുന്നില്ല, അപ്പൊ കേട്ടോളൂ. നമ്മൾ ഒന്നാമൻ ഇല്ലാണ്ട് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കും. എങ്ങനെ കൈ കിട്ടുന്നൊക്കെ എടുത്ത് എറിയോ? അത് എങ്ങനെ ആയിരിക്കും? അതേ അടിക്കാൻ വരുമോ? എറിയും. എപ്പോഴെങ്കിലും ഏറ് കിട്ടിയിട്ടുണ്ടോ? ഏറ് കിട്ടിയിട്ടില്ല. ഓടിച്ച് ഇങ്ങനെ എറിഞ്ഞ് നമ്മുടെ തലക്ക് വെളിക്കൂടെയൊക്കെ പോയിട്ടുണ്ട്. എന്താണ് ആനപ്പണിക്കാരനാണെന്ന് തീരുമാനിച്ചത്? പണ്ട് ആന വാങ്ങിക്കണമെന്നും പറഞ്ഞൊരു ആഗ്രഹത്തിൽ നടന്നതാണ്. വീട്ടിൽ നിന്ന് പലവട്ടം ഇങ്ങനെ ഇറങ്ങിപ്പോയി ആനയോട്. 3ാമത്തെ തൊട്ട് ആനപ്പണിക്ക് തന്നെ ആയിട്ട് ഇറങ്ങിയതാ. അതിന് മുമ്പ് ആനയുടെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. മുല്ലക്കല 10 ദിവസത്തെ ഉത്സവത്തിനും 9 ദിവസം മുല്ലക്കല എല്ലാ ആനയുടെയും കൂടെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണ്? എപ്പോഴാണ്? 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ വിട്ടു ആനയുടെ കൂടെ. അങ്ങനെ 3ാമത്തെ പ്രാവശ്യമാണ് ആനപ്പണിക്കായിട്ട് പോയത്. വീട്ടുകാർ പിടിച്ചോണ്ട് വന്നില്ലേ തിരിച്ച്? വീട്ടുകാർ പിടിച്ചോണ്ട് വന്നു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഇറങ്ങിപ്പോയി. പിന്നെ പോകും. എന്താണ് ഈ ആനയുടെ കാണുമ്പോൾ നമുക്ക് പഠിത്തം എല്ലാം കളഞ്ഞ് വിടാൻ തോന്നുന്നത്? എനിക്ക് ചെറുപ്പം തൊട്ടേ ഇതിനെ ഭയങ്കര കാര്യമായിരുന്നു. ആന എവിടെ കണ്ടാലും അവിടെ അച്ഛനായാലും കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അത് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്നെ പിടിച്ച് നിർത്താൻ തുടങ്ങി.
പിന്നെ അത് രക്ഷയില്ലാതെ വന്നപ്പോ ഈ രക്ഷയില്ലാന്ന് തോന്നാൻ കാര്യം എന്തായിരിക്കും? ഒരു ആന നമുക്കിങ്ങനെ വഴി കാണും, നമ്മൾ ഒരുപാട് ജീവികളെ കാണുന്നുണ്ടല്ലോ. ഈ ആനയെ കാണുമ്പോൾ മാത്രം ഇതിന്റെ കൂടെ ഇപ്പൊ വേണമെങ്കിൽ ഒരു പശുവിനെ മേടിച്ച് കെട്ടാം വീട്ടില്, പശുവിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു പട്ടിയെ മേടിച്ച് വളർത്താം അല്ലേ? ഈ ആനയെ തന്നെ നമ്മളിപ്പോ കുറച്ച് പേടിക്കേണ്ട ജീവി കൂടിയാണല്ലോ ആന. എന്നാലും ആനയുടെ കൂടെ പോകണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? ആനയുടെ ഓരോരോ രീതികളും കണ്ടും അത് ഈ എഴുന്നള്ളത്തിന് പോകുന്ന ഇതെല്ലാം വെച്ച് എന്നോട് ഭയങ്കര ഒരു കാര്യമായിരുന്നു. ഇത് എത്ര നേരം കണ്ടാലും മതിയാകുന്നില്ല എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടോ? എത്ര നേരം കണ്ടിരുന്നാലും എവിടെ ആന ഇറങ്ങി എവിടെയെങ്കിലും ഒക്കെ ആന പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ കൂടെ സീസണിൽ പോയാലും മറ്റുള്ള ആനയുടെ കൂടെ പോയി നിന്ന് അതിനെ കാണുക ജോലി. എത്രാമത്തെ വയസ്സിലാണ് ഈ ആനക്കമ്പം തുടങ്ങിയത്? എനിക്കൊരു 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ടേ ആനയോട് ഭയങ്കര കാര്യം. അച്ഛനാണ് ആനക്കം ഈ ആനയുടെ ഇഷ്ടമുള്ള ആദ്യം പറഞ്ഞു തുടങ്ങിയത്? അതായത് സ്വന്തമായിട്ട് തോന്നിയാണ്? അല്ലല്ല, അടുത്ത് പറയടിക്കാൻ വരുന്ന ആനയുടെ കൂടെ അങ്ങ് പോകും. പിന്നെ വീട്ടുകാരെല്ലാം വന്ന് വിളിച്ചാലേ വീട്ടിലോട്ട് വരാം, തിരിച്ചു വരുള്ളൂ. ഇല്ലെങ്കിൽ ആനയുടെ കൂടെ കിടക്കും. വേറൊരു നല്ല ജോലി ഒരാൾ പറയുന്ന ഒരു നല്ല ജോലി, നല്ല ശമ്പളമായിട്ട് ഒരു ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ നിൽക്കുമോ, അത് ഇങ്ങോട്ട് തിരിച്ചു വരും? അവിടെ നിന്നും ഇതേപോലെ നല്ലൊരു ജോലി കിട്ടിയതാ. അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു വർഷം നിന്ന് കഴിഞ്ഞ് അപ്പുറം ഒരു മില്ലി തടി പിടിക്കാൻ വന്ന ആനയുടെ കൂടെ അങ്ങ് പോയത്. അതിന്റെ കൂടെ ആന കണ്ട് പിന്നെ ആനയുടെ കൂടെ തന്നെ പോയി. പിന്നെ സ്ഥിരമായിട്ട് അങ്ങ് ആനപ്പണിക്ക് തന്നെ ആയി. നല്ല ജോലി കിട്ടിയതാണ്. കൊല്ലത്തിനടുത്തുള്ള ഒരു കശുവണ്ടി കമ്പനി ഉടമയാണ് പിന്നീട് കോന്നിയിൽ നിന്നും വിജയനെ ലേലത്തിൽ പിടിക്കുന്നത്. കിടങ്ങന്റെ ആനയെന്നാണ് അന്നിവൻ അറിയപ്പെട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ആനക്കുട്ടിയുടെ ജീവിതത്തിലെ വ്യാഴം ഉദിച്ചു നിന്നിരുന്ന കാലമായിരുന്നു അതെന്നും പറയാം. കയറ്റുമതിക്ക് പറ്റാത്ത കശുവണ്ടി പരിപ്പൊക്കെ വെട്ടിയടിച്ച് ആനക്കുട്ടി അങ്ങ് കൊഴുത്തുരുണ്ടു. മെയ്യനങ്ങാതെ നിന്നുള്ള തീറ്റ ശരീരത്തിലും മനസ്സിലും കൊഴുപ്പേറ്റുമെന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ അതോടെ ചെക്കന്റെ കയ്യിലിരിപ്പിനും കനം വെച്ചു തുടങ്ങി. തോണ്ടലും പിടുത്തവും വഴിയെ പോണവരോടുള്ള വക്കാണവും അതിരുവിടാൻ താമസമുണ്ടായില്ല. അതോടെ കിടങ്ങൻ കമ്പനിക്കാർക്ക് അവന് കൈയൊഴിയേണ്ടിയും വന്നു. അങ്ങനെ പിന്നെയും പല കൈകൾ മറിഞ്ഞ അവസാനം അവൻ കൊല്ലം കുണ്ടറയ്ക്കടുത്തുള്ള ഉളിയക്കോവിൽ ഗോപാലകൃഷ്ണപിള്ളയുടെ കൈകളിലെത്തി. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും പാവത്തിന്റെ വശം കെട്ടിരുന്നു. ഉത്സവ എഴുന്നള്ളിപ്പുകളും തടിക്കൂപ്പുകളിലെ പണികളുമൊക്കെയാണ് സാധാരണ നാട്ടാനകൾക്ക് വിധിച്ചിട്ടുള്ളതെങ്കിലും നമ്മുടെ കഥാനായകന്റെ തലയിലെഴുത്ത് മറ്റൊന്നായിരുന്നു. പൈപ്പ് കമ്പനിയിലെ വലിയ സിമന്റ് പൈപ്പുകൾ ഉന്തിയും തള്ളിയും എടുത്തു പൊക്കിയുമൊക്കെ ചോര നീരാക്കാൻ വിധിക്കപ്പെട്ട ഒരു മിണ്ടാപ്രാണി. കനത്ത സിമന്റ് പൈപ്പുകളോട് മല്ലിട്ട് അവന്റെ കൊമ്പുകൾ അപ്പോഴേക്കും പിടിയാനകളുടെ തേറ്റകൾ എന്ന പോലെ തേഞ്ഞു തീരുകയും ചെയ്തിരുന്നു. കാലത്തിന്റെ രഥചക്രവും അവന്റെ തലയിലെഴുത്തും അങ്ങനെ പ്ലാഞ്ചി ഏത് നിമിഷവും ഊരി വീഴാമെന്ന നിലയിൽ നീങ്ങുന്നതിനിടയിലാണ് തികച്ചും യാദൃച്ഛികമായി അമ്പലപ്പുഴക്കാരുടെ കണ്ണിൽ അവൻ ഉടക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഒരാനയെ നടക്കിരുത്തുവാൻ വേണ്ടി നാടായ നാട് മുഴുവൻ ഊരുചുറ്റി മടുത്തവരുടെ മുന്നിൽ ആരോ ആ പട്ടിണിക്കോലത്തെ കുഞ്ചിയിൽ പിടിച്ച് തൂക്കിയെടുത്തെന്ന പോലെ എത്തിക്കുകയായിരുന്നെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അതിനു മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലുണ്ടായിരുന്ന രാമചന്ദ്രൻ എന്ന ആന ചരിഞ്ഞതോടെയാണ് നാട്ടുകാർ പിന്നെയും ഒരു ആനയ്ക്കായുള്ള സുരുക്കൂട്ടലുകളും അന്വേഷണങ്ങളും ആരംഭിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും രാമചന്ദ്രൻ ചരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദശകത്തോളമായിരുന്നു. പക്ഷെ എന്തിനു പറയുന്നു, സാക്ഷാൽ ദേവേന്ദ്രന്റെ ഐരാവതത്തെ തന്നെ നേരെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ പോലും അവർക്കങ്ങോട്ട് തൃപ്തിയാവാത്ത പോലെ. കിട്ടാഞ്ഞിട്ടോ അതോ കൊടുക്കാഞ്ഞിട്ടോ അതെന്തായാലും ശരി, മംഗലാംകുന്ന് ഗണപതി എന്ന ലക്ഷണ പ്രജാപതി വരെ ബോധിക്കാതെ അമ്പലപ്പുഴക്കാർ തഴഞ്ഞു പോന്ന ഗണത്തിൽപ്പെടുമെന്നാണ് അമ്പലപ്പുഴയിലെ പഴയ തുള്ളൽ ചരിതങ്ങൾ. ഒടുവിൽ എല്ലാവർക്കും ബോധിച്ച ഒരാനക്കുട്ടിയെ പാലക്കാട് കണ്ടുമുട്ടുന്നു. കാര്യങ്ങളെല്ലാം ഒരുവിധം അങ്ങനെ കടവിലെടുത്തപ്പോൾ ദാ പിന്നെയും പ്രശ്നം. ഒരാനയും ബോധ്യപ്പെട്ടില്ല. പക്ഷെ ഒരാന ഞങ്ങൾ പാലക്കാട്ട് ചെന്നപ്പം ഒരാനയെ തരാമെന്ന് പറഞ്ഞു. അതൊരു കുട്ടിയാനയായിരുന്നു, നല്ല ആനയായിരുന്നു. അപ്പോൾ അത് തീപ്പെട്ടി കമ്പനിക്ക് ഉള്ള ഒരാളായതിനാൽ ഞങ്ങൾ ഇവിടുന്ന് അമ്പലപ്പുഴ നിന്ന് അവിടെ ഒരു പറ്റം ആളുകൾ ചെന്ന് കണ്ടു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. ചെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ലക്ഷണങ്ങളൊക്കെയാണ് അവിടെ. അതായത് ഭഗവാന് നിവേദിച്ച് കഴിഞ്ഞ് നിവേദ്യ ഫലം മധുരഫലഹാരമായിട്ട് പുറത്തിറങ്ങുകയും ഞങ്ങൾ ചെല്ലുകയും കൂടെ ആയിരുന്നു. അപ്പോൾ അവരോട് ശരി അമ്പലപ്പുഴ കൃഷിക്ക് ആന ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ അങ്ങനെ തരാമെന്ന് വിചാരിച്ചപ്പം അത് ഫ്രീ ആയിട്ട് തന്നെ തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുപോലെയാണ് അവരുമായിട്ടൊക്കെ സംസാരിച്ചെല്ലാം കിട്ടിയത്. അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്നേക്കാം. വില പറഞ്ഞാൽ വിലയൊന്നും വേണ്ട, വില പറയുന്നില്ല.
നിങ്ങൾ എന്താ തരുന്നത് വെച്ചാൽ ഞങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് ആന അങ്ങ് തന്നേക്കാം. ഇതനുസരിച്ച് ഇവിടുത്തെ ഒരു പറ്റം ആളുകളുമായിട്ടൊക്കെ പോയി. അപ്പോൾ ആന ഇരുത്താനായിട്ടുള്ള തീയതി നിശ്ചയിച്ചു. ഇത് 1992 മാർച്ച് 21 ആനയെ നടക്കിയിരുത്തത്. ഇവിടെ 1992 മാർച്ച് 23 ആനയെ നടക്കിയത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു 18 ഇവിടുന്ന് അവിടെ ചെല്ലുന്നത്.